വണക്കം. കേരളത്തിലെ പ്രമുഖ ഓൺലൈൻ മാധ്യമമായിട്ടുള്ള മറുനാടൻ മലയാളിയിലെ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഷാജൻ സ്കറിയ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ ഷാജൻ സ്കറിയ എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹം അറിയേണ്ട പല വാർത്തകളും സാറ്റലൈറ്റ് മാധ്യമങ്ങൾ മൂടി വയ്ക്കുന്ന പല വാർത്തകളും അദ്ദേഹത്തിൻ്റെ ചാനൽ വഴി പുറത്ത് കൊണ്ടുവരാറുണ്ട്. ഞാൻ അദ്ദേഹത്തെ കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളെയും ഞാൻ വീക്ഷിക്കാറുണ്ട്. അദ്ദേഹം ധീരമായി എടുക്കുന്ന പല നിലപാടുകളുടെയും പേരിൽ സമൂഹത്തിൽ വേട്ടയാടപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ഷാജൻ സ്കറിയ. പലപ്പോഴും സാറ്റലൈറ്റ് മാധ്യമങ്ങൾ അദ്ദേഹം വേട്ടയാടുമ്പോൾ ഊറിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അദ്ദേഹത്തെ സർക്കാർ വേട്ടയാടിയപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ച് നിലപാടെടുത്തൊരു വ്യക്തി കൂടിയാണ് ഞാൻ. ഈ ചാനൽ, അതായത് എൻ്റെ ചാനലായിട്ടുള്ള ധനുഷ് മീഡിയ വർക്ക്സ് അഥവാ DMWയിൽ നിങ്ങൾക്ക് നേരത്തെയുള്ള വാർത്തകൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഞാൻ പല വാർത്തകളും ഇതിനകത്ത് ചെയ്തിട്ടുമുണ്ട്. ഈ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ സർക്കാർ വേട്ടയാടിയപ്പോൾ അത് ശരിയല്ല എന്ന് നിലപാടെടുത്തൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഷാജൻ സ്കറിയോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അണ്ണാ, നിങ്ങൾക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടാണ്? നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ PR വല്ലതും കിട്ടിയിരിക്കണം എന്ന് മാത്രമേ എനിക്ക് ഷാജൻ സ്കറിയ അണ്ണനോട് ചോദിക്കാനായിട്ടുള്ളൂ. ഈ നാറ്റക്കേസൊക്കെ ഇങ്ങനെ ഏറ്റുപിടിക്കേണ്ട ആവശ്യം ഒന്നുമില്ലെങ്കിൽ അണ്ണ ഒരു മാധ്യമപ്രവർത്തകനല്ലേ അണ്ണ. അണ്ണൻ്റെ ഒരു തമ്പ് ഞാൻ കണ്ടു. രാഹുൽ ഭയപ്പെടരുത്, ആദ്യം മുങ്ങുക, MLA സ്ഥാനം രാജിവെക്കരുത്, ബാക്കിയെല്ലാം പിന്നെയെന്നു. എന്തൊരു തമ്പണ്ണ ഇത്. സത്യം പറഞ്ഞാൽ ഞാൻ അണ്ണനോട് ഒരു കാര്യം ചോദിക്കട്ടെ, സ്നേഹം കൊണ്ട് ചോദിക്കുകയാണ്. CPMൻ്റെ ഒരു MLAക്കെതിരെയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം വന്നിട്ടുള്ളതെങ്കിൽ അത് അണ്ണൻ ആഘോഷിക്കില്ലേ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക, ആഘോഷിക്കില്ലേ? ആഘോഷിക്കും. ഒന്നാമത് അണ്ണൻ കോൺഗ്രസ്സുകാരനാണെന്നൊരു കരക്കമ്പി ഇവിടെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കരക്കമ്പി ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയയുടെ പല പ്രവർത്തനങ്ങളും ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് എന്നുള്ളത്. അണ്ണൻ്റേതായിട്ടുള്ള നിലപാടെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അതൊന്നും ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ ഇവിടെ പറയട്ടെ. പക്ഷേ എടുക്കുന്ന നിലപാടുകൾ പലതും വൈരുദ്ധ്യമുള്ള നിലപാടുകളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അണ്ണൻ ചെയ്ത ആദ്യത്തെ വാർത്ത തൊട്ട് ഞാൻ കാണുന്നുണ്ട്. ആദ്യത്തെ വാർത്ത എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അകമഴിഞ്ഞ് പിന്തുണച്ച്, രാഹുൽ മാങ്കൂട്ടം ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തള്ളിപ്പറയും, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ വെറുക്കുന്നു, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ മൊത്തമായിട്ട് നശിപ്പിച്ച് കളയും എന്നൊക്കെയുള്ള ധ്വനിയിലാണ് അണ്ണൻ ആദ്യത്തെ വാർത്ത ചെയ്തത്. എങ്ങനെ സാധിക്കുന്നു CPM സൈബർ പടകൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട്, ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPMകാർക്ക് ഇതൊക്കെ പറ്റൂ, സംഭവമൊക്കെ ശരിയാണ്. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം വന്നപ്പോൾ അതൊരു പുകമറയായിട്ടാണ് വന്നത്. അതായത് ദേശാഭിമാനി ആദ്യം ഒരു വാർത്ത കൊടുത്തു, പിന്നെ ദേശാഭിമാനി ആ വാർത്ത മുക്കി. അതിനു പിന്നാലെ കേരളത്തിലെ പല ഓൺലൈൻ മാധ്യമങ്ങളും ആ വാർത്ത പൊക്കിക്കൊണ്ടുവന്നു. അതിനുശേഷം റിനി എന്ന് പറയുന്ന ഒരു യുവതി ഇത് കേരള കൗമുദിയിൽ നിന്ന് വെളിപ്പെടുത്തുന്നു. കേരള കൗമുദിയിൽ നിന്ന് റിനി എന്ന് പറയുന്ന യുവതി പറയുന്നു, ഇങ്ങനൊരു വേട്ടാവളിയനുണ്ട്, അവൻ്റെ സ്ഥിരം പരിപാടി ഇതാണ് എന്നുള്ളത്. അതിന് പിന്നാലെ ഒരു സ്ഫോടനം കണക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയം സാറ്റലൈറ്റ് മീഡിയകളിലെല്ലാം വരുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിനുശേഷവും അണ്ണൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം അണ്ണൻ ചെയ്ത വീഡിയോയിൽ അണ്ണൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിയാണ്. ഇതുപോലൊരു അഴുക്ക് ചെറുക്കനെ ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല എന്നാണ് അണ്ണൻ പറയുന്നത്. പിന്നെ അതിനുശേഷമുള്ള അണ്ണൻ്റെ വാർത്തകളും ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം അണ്ണൻ്റെ വാർത്തകളിൽ നൈസായിട്ട് അണ്ണൻ എന്ത് ചെയ്തു, വെള്ളം ചേർക്കാനായിട്ട് തുടങ്ങി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ എന്തെങ്കിലും ഒരു ഫ്ലേവർ എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് അണ്ണൻ്റെ വാർത്ത എന്ന് പറയുന്നത്. നിലവിൽ സത്യമായിട്ടും അങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടം ഒരു ജനപ്രതിനിധിയാണ്. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ അണ്ണം പറയുന്നുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് അണ്ണം പറയുന്നുണ്ട് ഇവ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്തായിരുന്നാലും മോശമായിപ്പോയി. അത് എന്നെപ്പോലുള്ള ആരെങ്കിലും അണ്ണൻ ഇവനെയൊക്കെ ന്യായീകരിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ന്യായീകരിച്ചിട്ടില്ലല്ലോ, ഞാൻ വാർത്തയുടെ ഇടയിൽ പറയുന്നുണ്ട് അവൻ വെറും കൂറയാണെന്ന് എന്ന് പറയാൻ വേണ്ടി പറയുന്നത് പോലെയാണ് നമുക്കൊക്കെ തോന്നുന്നത്. വിഷമം കൊണ്ട് പറയുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്നെ ന്യായീകരിക്കാനുള്ള ഫ്ലേവറുകൾ കണ്ടെത്തി അത്തരത്തിലുള്ളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അണ്ണൻ വാർത്ത, വ്യൂസിന് വേണ്ടിയാണ് അണ്ണൻ വാർത്ത ചെയ്യുന്നത് എന്നൊരു ചോദ്യം എനിക്ക് അണ്ണനോട് ചോദിക്കാനുണ്ട്. അങ്ങനെ അല്ല എന്നാണ് ഞാൻ ഇതുവരെയായിട്ട് വിശ്വസിക്കുന്നത്. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ വേട്ടാവളിയൻ, കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്ത ഈ വേട്ടാവളിയൻ, ഇയാൾക്കെതിരെ ഒരു പീഡന പരാതി വരുന്നു. കഴിഞ്ഞ ദിവസം അണ്ണൻ ചെയ്തൊരു വാർത്ത ഞാൻ കണ്ടായിരുന്നു. അണ്ണൻ പറഞ്ഞു വയ്ക്കുന്നത് ഇത് മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്ലാൻ ആണെന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാഞ്ഞ ബുദ്ധിയാണ് ഈ സംഭവമൊക്കെ. അതായത് രാഹുൽ മാങ്കൂട്ടം സ്വയം ഈ സംഭവം കുത്തിപ്പൊങ്ങി വന്ന് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് മുഴുവൻ കെട്ടടങ്ങണം, നാട്ടുകാരിത് മറക്കണം, അതിനു വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടം അങ്ങ് പാലക്കാട് തുനിഞ്ഞിറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ത്രീകളും കുട്ടികളും ചേർത്ത് പിടിച്ചു. എങ്ങനെ ചേർത്ത് പിടിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഇപ്പോൾ പിണറായി വിജയൻ നാളെ അണ്ണൻ്റെ വീട്ടിൽ വന്നെന്ന് വെച്ചോ, അണ്ണ അവിടെ കിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അണ്ണൻ്റെ വീട്ടിൽ വന്നു, അണ്ണല്ല കർഷകനാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്. അണ്ണ അവിടെ ഇങ്ങനെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അണ്ണൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ അണ്ണൻ പിണറായി വിജയനെ ആട്ടി ഓടിക്കില്ലല്ലോ, വീട്ടിൽ കയറ്റിയിരുത്തി ചായ ഓടിക്കില്ലേ എന്ന് പറഞ്ഞ് അണ്ണൻ
പിണറായി വിജയനെ അണച്ചു പിടിച്ചു അല്ലെങ്കിൽ പിണറായി വിജയനെ സ്നേഹാദരവ് കൊണ്ട് പൊതിഞ്ഞു എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ലല്ലോ. അതൊരു ആതിഥേയ മര്യാദയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലും CPM-കാരും കോൺഗ്രസ്സുകാരും BJP-കാരും എല്ലാം വരാറുണ്ട്. CPM-കാർ വരുമ്പോഴും നമ്മൾ ചായ കൊടുക്കും, ചിരിക്കും, സംസാരിക്കും, പറഞ്ഞു വിടും. BJP-കാർ വരുമ്പോഴും ചായ കൊടുക്കും, ചിരിക്കും, സംസാരിക്കും, പറഞ്ഞു വിടും. കോൺഗ്രസ്സുകാർ വരുമ്പോഴും ചിരിക്കും, സംസാരിക്കും, പറഞ്ഞു വിടും. ഇതാണല്ലോ നമ്മുടെ ഒരു ആതിഥേയ മര്യാദ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടം ഒരു വീട്ടിലേക്ക് വോട്ട് ചോദിക്കാനായിട്ട് കയറി ചെല്ലുമ്പോൾ ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് ചൂലെടുത്ത് അടിക്കുന്ന ഒരു സ്വഭാവമല്ലല്ലോ ആൾക്കാർക്കുള്ളത്. മനസ്സിലുണ്ട്. പക്ഷെ അതിനെ ഇങ്ങനെ അണച്ചു പിടിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത്. പിന്നെ രാഹുൽ മാങ്കൂട്ടം ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാഞ്ഞ ബുദ്ധിയാണിത്, രാഹുൽ മാങ്കൂട്ടം അങ്ങനെയാണ്, രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ധാർമ്മികമായിട്ട് ഈ ഒരു സംഭവം ഇടയ്ക്കിടയ്ക്കൊന്ന് വിലയിരുത്താം. അതായത് ധാർമ്മികമായിട്ട് രാഹുൽ മാങ്കൂട്ടം ഒരു ജനപ്രതിനിധിയാണ്. അതിനു മുമ്പ് അണ്ണ ഇട്ട വീഡിയോയും ഞാൻ കണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അതിഭീകരമായിട്ട് അണച്ചു പിടിക്കാനുള്ളൊരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ച് അണ്ണൻ മുന്നോട്ട് പോവുകയാണ്. പലപ്പോഴും പല ആൾക്കാരും പറയുന്നത് പണ്ട് ഈ സംഘപരിവാറിനെ അണ്ണൻ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. സംഘപരിവാർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് അണ്ണൻ കൊടുത്തത്, വിമർശിക്കാറുമുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ അണ്ണൻ ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പല ആൾക്കാരും പറയുമ്പോൾ പോലും ഞാൻ വിശ്വസിച്ചില്ല. PR വല്ലതും കിട്ടിയാണ് കോൺഗ്രസ്സിൽ നിന്ന്. സത്യമായിട്ട് എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. കോൺഗ്രസ് മുടിഞ്ഞ് കുത്തുവാള എടുത്തിരിക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത്. പോസ്റ്റ് അടിക്കാൻ പോലും അവരുടെ കയ്യിൽ പൈസ ഇല്ലയെന്ന് ഞാൻ അറിഞ്ഞത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ PR തരാൻ യാതൊരുവിധ നിവൃത്തിയില്ല. ഇനി അണ്ണൻ അവർ സ്പെഷ്യലായിട്ട് തരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി തരാഞ്ഞിട്ട് പോലും അണ്ണൻ ഒരു വീഡിയോ ഇത്തരത്തിൽ ന്യായീകരിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അണ്ണൻ ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെ അണ്ണൻ ന്യായീകരിച്ച് മെഴുകുകയാണ്. പോരാത്തതിന് ഒരു മാധ്യമപ്രവർത്തകനായി നിന്നുകൊണ്ട് രാഹുൽ ഇപ്പം മുങ്ങണം, നാളെ പൊങ്ങണം, ഇനി ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊന്നും പറയുന്നത് ഉചിതമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. വാർത്തകളെ അനലൈസ് ചെയ്യാം, പിന്നെ വാർത്തകളുടെ അനാലിസിസും ചെയ്യാം. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പ്രതിയായിട്ടുള്ള ഒരാൾക്ക്, കാരണം ഇയാളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കും അറിയാം, അണ്ണനും കൃത്യമായിട്ടറിയാം, ഇവിടെയുള്ള സകല മാധ്യമ പ്രവർത്തകർക്കും അറിയാം എന്താണ് ഇയാളെന്നും എത്ര പെൺകുട്ടികളാണ് KPCCക്ക് ഇയാൾക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നതെന്നെല്ലാം അറിയാം. മാധ്യമ പ്രവർത്തകർക്കകത്തും അവർക്കിതും അറിയാം. പിന്നെ ഈ പീഡന കേസ് വരുന്നതിന് ഒരുപാട് നാൾ മുമ്പ് മാധ്യമ പ്രവർത്തകർക്കും ഇതും അറിയാം. രാഹുൽ മാങ്കൂട്ടം ഒരു കോഴി രാഹുലാണെന്ന് എന്തിനു പറയുന്നു? BJPയുടെ B ഗോപാലകൃഷ്ണൻ വിളിച്ചു പറഞ്ഞില്ലേ ഒരു ചാനൽ ചർച്ചയിൽ, രാഹുൽ കോഴി രാഹുലാണ്, അങ്ങനെയാണ് വിളിക്കുന്നതെന്ന്. ഗോപാലകൃഷ്ണനെ ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്ന് രാഹുൽ എന്ന് വിളിച്ചു നോക്കിയാണ്, തിരിച്ചണ്ണാക്കി അടിച്ചു കൊടുത്തു, പോടാ കോഴി രാഹുലെ എന്നാണ് B ഗോപാലകൃഷ്ണൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് B ഗോപാലകൃഷ്ണൻ ഇപ്പോൾ വെളിപ്പെടുത്തി രംഗത്തെത്തുന്നുണ്ട്. അതായത് നാട്ടുകാർക്ക് മൊത്തം അറിയാം, പൊളിറ്റീഷ്യൻസിന് മുഴുവൻ അറിയാം, പിന്നെയാണ് പത്രക്കാർക്ക് അറിയാനായിട്ട് പാട്. എന്തായിരുന്നാലും ഇത്തരത്തിലുള്ളൊരു വിഷയമുള്ള ഒരാളാണ്. ഇത്തരത്തിലുള്ളൊരു മനോവൈകൃതം, അങ്ങനെ പറയാം, ഇനിയിപ്പോൾ അണ്ണനൊരു വിഷമം വരണ്ട, മനോവൈകൃതമുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അണ്ണൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അകമഴിഞ്ഞങ്ങ് സപ്പോർട്ട് ചെയ്യുന്നത്. സംഭവം CPM വിരുദ്ധതയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം, അതിലൊരു തെറ്റുമില്ല. കാരണം അണ്ണനെ ഇത്രയധികം പീഡിപ്പിച്ച CPM-നോട് അണ്ണന് വിരുദ്ധതയില്ലെങ്കിൽ പിന്നെ ആർക്ക് വിരുദ്ധതയുണ്ടാകും എന്നുള്ളതാണ് ഇതിലെ ചോദ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ട്, ഓക്കെ ശരി, പൊളിറ്റിക്സാണ്. പിണറായി വിജയൻ സർക്കാർ ശബരിമലയിലെ സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റിയത്, ശബരിമലയിലെ അഴിമതിയൊക്കെ മറയ്ക്കാനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് പച്ചയായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്, ശരി, സമ്മതിച്ചു. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ചെയ്തില്ല എന്നുള്ളതാകൂ? ചെയ്തത് തന്നെയാണല്ലോ. രാഹുൽ മാങ്കൂട്ട അതെല്ലാം സമ്മതിച്ചതാണല്ലോ ജാമ്യ ഹർജിയിൽ. പിന്നെ സർക്കാരിനെതിരെ അതിഭീകരമായിട്ടുള്ള ജനവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുന്നത് എനിക്കങ്ങനെ ബേസിക്കലി തോന്നുന്നില്ല. നമ്മുടെ നാട്ടിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഒരു ജനവിരുദ്ധ വികാരം അതിഭീകരമായിട്ടുണ്ട് എന്നൊന്നും തോന്നുന്നില്ല. ആ ജനവിരുദ്ധ വികാരത്തിൻ്റെ പേരിൽ കോൺഗ്രസ്സിന് നാളെ നാട്ടുകാരെല്ലാം കൂടെ വോട്ട് കുത്തി കോൺഗ്രസ്സിനെ അധികാരത്തിൽ കയറ്റും എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ്. അങ്ങനെ വിചാരിക്കരുത്. മൂന്നാമത്തെ ടേമിലും പിണറായി സർക്കാർ തന്നെ അധികാരത്തിലേറും. ഇത് BJPയുടെയും RSSൻ്റെയും ഒരു ലോങ് ടേം പ്ലാനാണ് എന്ന് അണ്ണൻ അറിയാഞ്ഞിട്ടല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJPയുടെയും RSSൻ്റെയും ലക്ഷ്യം. അതുകൊണ്ട് ആ കോൺഗ്രസ് മുക്ത ഭാരതം വരാതിരിക്കാനായിട്ട് അടുത്ത ടേമിൽ കോൺഗ്രസിനെ ഭരണത്തിൽ കയറ്റണം എന്നുള്ള ആ ഒരു കഠിന പ്രയത്നം അണ്ണ അനുഷ്ഠിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും പിണറായി സഖാവ് അല്ലെങ്കിൽ പിണറായി സർക്കാർ ഇവിടെ നല്ല രീതിയിലല്ല ഭരിക്കുന്നതെങ്കിൽ പോലും ജനങ്ങൾക്ക് മുട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ജനങ്ങളെ അങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.
അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. പോരാത്തതിന് കേന്ദ്രത്തിൽ നിന്ന് അരിപൊരി ശർക്കര ഉണ്ട എല്ലാം കിട്ടുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ നാട്ടുകാർ നോക്കുമ്പോൾ ചുമ്മാ ഞാൻ റോഡ് വഴി ഒന്ന് ഇറങ്ങി, അണ്ണൻ ഈ തിരുവനന്തപുരത്തുള്ളതാണല്ലോ, അണ്ണൻ ചുമ്മാ ആ വഴുതക്കാട് വെള്ളയമ്പലം തൊട്ട് നേരെ ആ തൈക്കാട് ഗസ്റ്റ് ഹൗസ് വരെയുള്ള ആ വഴി ഒന്ന് ചുമ്മാ ഒന്ന് നടന്നു നോക്ക്. നമ്മൾ വേറെ ഏതൊക്കെ ഒരു സ്ഥലത്തൂടെ, അതൊരു വിദേശത്തൂടെ നടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. സംഭവം കേന്ദ്രത്തിൻ്റെ ഫണ്ടൊക്കെ കൊണ്ട് പണിതതാണെങ്കിൽ പോലും, പിണറായി സർക്കാർ ക്രെഡിറ്റ് അടിച്ചെടുത്താൽ പോലും നാട്ടുകാർ കാണുമ്പോൾ എന്താണ് പിണറായി സർക്കാർ ചെയ്ത സംഭവമാണ് എന്നേ അവർക്ക് തോന്നും. അവിടെ BJP-ക്കാർക്ക് കഴിവില്ലാത്തതുകൊണ്ട് അത് വേറെ കാര്യമാണ്. പിണറായി സർക്കാർ ചെയ്ത് എന്നേ അവർക്ക് തോന്നും. വികസനമുണ്ട്, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. കേന്ദ്ര സർക്കാർ പല കാര്യങ്ങളും കൊണ്ടുവരുന്നതെല്ലാം ആദ്യം നടപ്പിലാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ തക്കുടു വാവയാണ് പിണറായി സഖാവ് എന്ന് പറയുന്നത്. എല്ലാം അതിലും ഭീകരമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ തൊഴിൽ നിയമം ഉണ്ടല്ലോ, ആ ലേബർ കോഡൊക്കെ അവിടെ നടപ്പിലാക്കിയതിലും കൂടുതൽ രൂക്ഷമായിട്ടാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. പിന്നെ ഈ സുഡാപ്പി ചാനലൊക്കെ ഉള്ളതുകൊണ്ട് അവന്മാർ നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പം ആര് നടപ്പിലാക്കുന്നു, ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞൊരു കത്ത് അവർക്ക് തന്നെ അയക്കും. PM ശ്രീ നടപ്പിലാക്കി തുടങ്ങിയപ്പോൾ ഇവന്മാർ ബഹളം ഉണ്ടാക്കിയപ്പോൾ നേരെ കൊണ്ടുപോയി വിദ്യാഭ്യാസ മന്ത്രി, അതായത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി, അങ്ങേരാണ് പറഞ്ഞത് PM ശ്രീ നടപ്പിലാക്കണമെന്ന്. അങ്ങേർക്ക് തന്നെ കൊണ്ട് കത്ത് കൊടുത്തിരിക്കുന്നു, PM ശ്രീ നടപ്പിലാക്കാൻ പറ്റില്ല, പിൻവലിക്കണമെന്ന്. നല്ല പെസ്റ്റ് സർക്കാർ. അപ്പോൾ ഇതൊക്കെ കണ്ണിപ്പൊടിയിടാനുള്ള ഒരു സെറ്റപ്പാണെന്ന് നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെതിരെ അങ്ങനെ അതിഭീകരമായിട്ടുള്ള ജനവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഉണ്ടാക്കി തീർക്കാമായിരുന്നുള്ള പല വിഷയങ്ങളും ഇവിടെ ഉണ്ട്. ആ വിഷയങ്ങളൊന്നും ഉപയോഗിക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഇവന്മാർക്കകത്ത് തന്നെയുള്ള ഈ പീഡനവും ഗർഭവും അലസിപ്പിക്കലും തമ്മി തല്ലും കാലി വരലും ഒക്കെ പോയി കഴിഞ്ഞ് പിണറായി സർക്കാരിനെതിരെ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു സമരം ചെയ്യാൻ പോലും ഇവിടെ കോൺഗ്രസ്സിന് ആവതില്ല. അങ്ങനെയുള്ള കോൺഗ്രസ്സിനെ ജനങ്ങൾ എങ്ങനെയാണ് കയറ്റി തലയിലെടുത്ത് വയ്ക്കുന്നത്? കോൺഗ്രസ് മുടിയും, അത് യാതൊരു ഇത് കാര്യമില്ല. മുടിഞ്ഞ് പണ്ടാരെ തുടങ്ങും, അവസാനം കുത്തുവാളെടുത്ത മാതിരി തെരുവിൽ തെണ്ടും. ഇതാണ് കോൺഗ്രസിൻ്റെ നിലവിലത്തെ അവസ്ഥയെന്ന് പറഞ്ഞ് പോസ്റ്റർ അടിക്കാൻ പോലും പൈസ ഇല്ലെന്നാണ് കോൺഗ്രസിൻ്റെ കയ്യിൽ. അണ്ണൻ അറിയാത്ത കാര്യമല്ലല്ലോ ഇതൊന്നും. അപ്പോൾ അങ്ങനെയുള്ളൊരു കോൺഗ്രസിനെയാണ് ന്യായീകരിക്കുന്നത്. അകമഴിഞ്ഞ കോൺഗ്രസ് സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഇത്തരത്തിലുള്ളൊരു മനുഷ്യനെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് എങ്ങനത്തെ കേസാണ്, അതിൽ പൊളിറ്റിക്സ് ഉണ്ടോ, അതിൽ ഇതുണ്ടോ ഇതുണ്ടോ എന്നുള്ളതൊന്നുമല്ല എൻ്റെ കൺസേൺ. ഇവൻ ചെയ്തു എങ്ങനെ ചെയ്തു? അതായത് ഒരു സ്ത്രീ ഗാർഹിക പീഡനം പറയാനായിട്ട് വന്നപ്പോൾ ആ സ്ത്രീയെ എന്ത് ചെയ്തു? ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിലെ സംഭവം, അല്ലെങ്കിൽ ഇതിലെ പോയിൻ്റ് എന്ന് പറയുന്നത്. ഒരു ജനപ്രതിനിധിക്ക് നിരക്കുന്നതാണോ അത്? നിരക്കുന്നതല്ല. അപ്പം CPM അങ്ങനെ ചെയ്തില്ലേ, മറ്റവൻ ഇങ്ങനെ ചെയ്തില്ലേ, എന്നിട്ട് അവൻ രാജിവെച്ചു ഇവൻ രാജിവെച്ചു എന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അവൻ രാജിവെച്ചു ഇവൻ രാജിവെച്ചു എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ഞാൻ പറയാനായിട്ടുള്ള കാരണം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ചെറിയൊരു കേസല്ല. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ പറഞ്ഞാണ് എനിക്ക് ഓർമ്മ വന്നത്, കേരളത്തിൻ്റെ ഒരു പ്രജ്വൽ രേവണ്ണയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം വളർന്നു വരുന്നത്. സംഭവം BJP-യുടെ ഒരു ലോങ് ടേം പ്ലാനാണ്. അതായത് കോൺഗ്രസിനെ നശിപ്പിക്കുക, അതിനുശേഷം പ്രതിപക്ഷത്തേക്ക് വരിക, പിന്നെ CPM-നെ അടിച്ചു പുറത്താക്കുക. അത് പിന്നെ വളരെ എളുപ്പമുള്ളൊരു കേസാണ്. ഇപ്പോൾ തന്നെ അറബിക്കടലിൻ്റെ മൂട്ടിലാണ് ഇരിക്കുന്നത്, ഇനി അങ്ങോട്ട് ചാടി കൊടുത്താൽ മതി. അപ്പോൾ അതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാനാണ് ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം എന്നിരിക്കെ ഇതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് ഒരു രഹസ്യം വെളിപ്പെടുത്തി എന്നൊന്നുമില്ല, എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. കോൺഗ്രസിനെ ഒന്ന് നല്ലപോലെ പ്രവർത്തിച്ചാൽ ഇതൊക്കെ ചിലപ്പോൾ കുറച്ച് നാളൂടെ വൈകിപ്പിക്കാൻ സാധിക്കും. എങ്കിലും വൈകിയാണെങ്കിലും അതിങ്ങ് വരും. അങ്ങനെ വൈകിപ്പിക്കാനുള്ള പ്രവർത്തനത്തിന് പകരം എത്രയും പെട്ടെന്ന് കുഴിക്കകത്ത് ചാടാനാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കോൺഗ്രസിനെയാണ് അണ്ണം കിടന്നിങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണല്ലേ? അപ്പം ശരി.